സംസ്ഥാനത്ത് ചികിത്സാ പിഴവ് തുടർക്കഥയാവുകയാണ്. തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിലെ ഗുരുതര ചികിത്സാ പിഴവിന്റെ വാർത്ത ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. ഇടതു കണ്ണിന് ചികിത്സ തേടിയെത്തിയ രോഗിക്ക് കുത്തിവെച്ചത് വലതു കണ്ണിൽ. ഡോക്ടർ എസ് സുജീഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഭീമാപ്പള്ളി സ്വദേശി 51 വയസ്സുള്ള അസൂറ ബീവിയാണ് ചികിത്സാ പിഴവിന് ഇരയായത്. ഡോക്ടർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് അസൂറ ബീവിയുടെ മകൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണിന് ചെറിയ കാഴ്ച കുറവാണ്. അടുത്ത കണ്ണിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു മാസമായി അവിടെ ചികിത്സ ഇവിടെ കാണിച്ച് സ്കാനിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു. ഇന്നലെ ആയിരുന്നു ഇഞ്ചക്ട് ചെയ്യേണ്ട ദിവസം. അങ്ങനെ മരുന്നെല്ലാം ഞാൻ മേടിച്ചു കൊടുത്തു. ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ തിയേറ്റർ കയറ്റിയതിന് ശേഷം ഇടത് കണ്ണിനെ ആദ്യം ക്ലീൻ ചെയ്തു. അതിനുശേഷം ഇവർ മാറി വലത് കണ്ണിൽ പിന്നെ ഇഞ്ചക്ട് ചെയ്യായിരുന്നു. ഇപ്പോൾ തിരിച്ച് ഇറങ്ങി വന്നപ്പോഴാണ് വാർഡിലെത്തിയപ്പോഴാണ് ഈ കാര്യം എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ തന്നെ ഡോക്ടർക്ക് ഞാൻ സംസാരിക്കുന്നുണ്ട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പം പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ തപ്പി തടയുന്നുണ്ടായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരൻ പറഞ്ഞത് ചെറിയ ചോപ്പുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പരാതി ഞാൻ മുഖ്യമന്ത്രി ഹെൽത്ത് മിനിസ്റ്റർ, അതുപോലെ DMO, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ, അങ്ങനെ ഒരു 7 പേർക്ക് കൊടുത്തിട്ടുണ്ട്. റഹീസ് റഷീദ് ചേരുന്നു നമുക്കൊപ്പം. റഹീസ് റഷീദ്, ഗുഡ് ഈവനിങ്. കണ്ണേതാണെന്ന് പോലും അറിയാതെയാണോ ചികിത്സിക്കുന്നത് എന്ന ഒരു ചോദ്യം ഇവിടെ ബാക്കിയല്ലേ? എങ്ങനെയാണ് ഈ ചികിത്സാ പിഴവ് സംഭവിച്ചത്? ഗുഡ് ഈവനിങ് സുജയ. വലിയൊരു ഗുരുതരമായ ചികിത്സാ പിഴവാണ് തിരുവനന്തപുരത്തെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് അസൂറ ബീവിയെ ചികിത്സിച്ച SS സുജീഷ് എന്ന ഡോക്ടറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏതാണ്ട് ഒരു മാസമായി അസൂറ ബീവിയുടെ ഇടത്തെ കണ്ണിന് കാഴ്ച മങ്ങിയായിരുന്നു കാണുന്നത്. ഇതേ തുടർന്ന് നിരന്തരം ചികിത്സയിലുമായിരുന്നു. 3 ദിവസം മുമ്പാണ് ഈ സർക്കാർ ആശുപത്രിയിൽ വന്ന് അഡ്മിറ്റായത്. ഇന്നലെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഓപ്പറേഷൻ തിയേറ്ററിൽ പോലും ഓപ്പറേഷൻ അല്ല, പക്ഷേ കണ്ണിൻ്റെ കാഴ്ച മങ്ങൽ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചില ചികിത്സകൾ നടത്താനുണ്ട് എന്ന് പറഞ്ഞു. ഇതനുസരിച്ച് അനസ്തേഷ്യ കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് ഇടത് കണ്ണിന് പകരം വലത് കണ്ണിൽ ഇഞ്ചക്ഷൻ വെച്ചത്. അനസ്തേഷ്യ കൊടുത്ത ഒരു സമയമായതുകൊണ്ട് തന്നെ അസൂറ ബീവി ആ സമയത്ത് ഇത് അറിഞ്ഞിരുന്നില്ല. പുറത്തിറങ്ങിയപ്പോഴാണ് ഇക്കാര്യം മനസ്സിലാകുന്നതും മകനോട് പറയുന്നതും. മകൻ ഉടൻ തന്നെ ഡോക്ടറോട് പോയിട്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ടായി എന്ന് പറയുന്നു. ആ സമയത്ത് അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് ഹയർ അതോറിറ്റിക്ക് മകൻ പരാതി കൊടുക്കുകയാണ്. അപ്പോൾ ഡോക്ടർ നൽകുന്ന വിശദീകരണം ഇടത്തെ കണ്ണിൽ പ്രത്യേകിച്ച് കളർ മാറ്റമോ ഒന്നും ഇല്ലായിരുന്നു, വലത്തെ കണ്ണിൽ ചുവപ്പ് നിറമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടെ ഇഞ്ചക്ഷൻ വെച്ചതെന്ന വളരെ വിചിത്രമായ വളരെ സർക്കാരിന്റെ കണ്ണാശുപത്രിയിലാണ് കണ്ണ് മാറി ചികിത്സിച്ച ഡോക്ടർക്ക് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ്. പക്ഷേ അവിടെ ഉണ്ടായ പിഴവ്, അങ്ങനെയുള്ള പിഴവുകൾ ആവർത്തിക്കാതിരിക്കാനായിട്ടുള്ള മുൻകരുതൽ എടുക്കണം എന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ചികിത്സാ പിഴവ് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ, തുടർക്കഥയായി നമ്മളിത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വമൊക്കെ കാണിക്കണം സാർ. മനുഷ്യർ സ്വന്തം ജീവനും കൊണ്ടല്ലേ നിങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്കായി വരുന്നത്.